21 ഡേയ്സ് ചലഞ്ച്. ഓരോ വ്യക്തിയും ഒന്നല്ല, 2 പേരാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരിൽ രണ്ടാമൻ പറയും, ഇന്ന് വേണ്ട, ഇന്നുകൂടെ ഉറങ്ങാം, നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കാമെന്ന്. പഠിക്കണം എന്ന് ഇവരിൽ ഒരാൾ പറഞ്ഞാൽ അടുത്തയാൾ പറയുക പിന്നീടാകട്ടെ എന്നായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അധിക സമയം ചെലവഴിക്കില്ലെന്ന് ഉറപ്പിച്ചാലും നാളെ മുതൽ ചെയ്യാമെന്ന് പറഞ്ഞു തിരുത്താൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരാളുണ്ട്. ഈ വീഡിയോ കാണാൻ പോലും ഒരാൾ പറയുമ്പോൾ അടുത്തയാൾ അത് വേണ്ട എന്നായിരിക്കും പറയുന്നുണ്ടാകുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ 2 പേരെയും തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ 2 പേരെയും തിരിച്ചറിയുന്നതോടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാനും നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കാനും ശ്രമിക്കും. 21 ദിവസങ്ങൾ നിങ്ങൾക്ക് ഭയം മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം. അതിനു മുൻപായി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്താലോ? സമാധാനമുള്ള, ബഹളങ്ങളില്ലാത്ത എവിടെയെങ്കിലും ഇരിക്കുക. ശേഷം ഉള്ളിലേക്ക് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. ഒരിക്കൽ കൂടെ നോക്കാം. അവസാനമായി ഒരു വട്ടം കൂടി നോക്കാം. ശരി, ഇതിൽ എത്ര പേരാണ് 3 തവണയും നിർദ്ദേശം അനുസരിച്ച് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തത്? ചെയ്യാത്തവരുമുണ്ടാകും അല്ലേ? ചെയ്തവർക്ക് കൃത്യമായി തങ്ങൾക്ക് എന്ത് വേണമെന്നറിയാം. ചെയ്യാത്തവർക്കോ? ഇത്തരക്കാർ എല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെടുകയും എന്നാൽ എന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യപ്പെടാത്തവരുമാണ്. വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ യാത്രയിൽ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ റിവൈൻഡ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാം. കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്നറിയാം, പക്ഷേ അത് ചെയ്യാതെ മുന്നോട്ട് പോകുക അസാധ്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ 1 അല്ല, 2 അല്ല, 3 ആണ്. 1 നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരാൾ. 2 നിങ്ങൾ ചെയ്യാൻ കരുതുന്ന നല്ല ശീലങ്ങൾ നാളേക്ക് വെക്കുന്നയാൾ. 3 നിങ്ങൾ തന്നെ. ഇതിൽ നിങ്ങളാണ് മീഡിയേറ്റർ. ഒരാൾ ചെയ്യാൻ പറയുന്നു, അടുത്തയാൾ വേണ്ടെന്ന് പറയുന്നു. നിങ്ങളൊന്നും ചെയ്യാതെ ഒരു ദിവസവും സമയവും പാഴാക്കിയതോർത്ത് ദുഃഖിക്കുന്നു. ഇതിനെങ്ങനെ മറികടക്കുമെന്നാണ്. അതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് കർക്കശക്കാരനാകണം. വേണ്ട എന്നും വേണമെന്നും ഒരേ സമയം കേൾക്കുമ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നേരത്തെ ഉറങ്ങണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ദിവസം അത് വേണ്ട എന്ന് പറയാൻ നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ടാകും. പക്ഷേ അയാളെ മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളെ ഉറക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനം. ഓരോ തവണയും നെഗറ്റീവ് ചിന്തയെ മാറ്റി നിർത്തി നിങ്ങൾ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും രണ്ടാമൻ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ ഉറക്കമെഴുന്നേൽക്കാൻ നോക്കുമ്പോൾ രണ്ടാമൻ നമ്മളോട് കുറച്ചു നേരം കൂടി ഉറങ്ങാം എന്ന് പറയും. അപ്പോൾ ഇല്ല, ഇപ്പോൾ എണീറ്റിട്ട് പിന്നീട് ഉറങ്ങാം എന്ന് മറുപടി കൊടുക്കാം. ഇത്തരത്തിൽ രണ്ടാമൻ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കി നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണത്. നമ്മളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാകും. പക്ഷേ എത്ര പേർ ഇത് നടപ്പിലാക്കുന്നുണ്ട്? നമുക്കെല്ലാം അറിയാം, രാത്രി നേരത്തെ ഉറങ്ങിയാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനാകുമെന്നും അത് നമ്മളെ ആരോഗ്യവാനാക്കുമെന്നും. എന്നാൽ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിനോദങ്ങൾക്കാണ്. നമ്മൾ ഓരോ തവണയും റീൽ കാണുമ്പോഴോ മറ്റ് ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴോ നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ഡോപ്പമിൻ പുറന്തള്ളപ്പെടും. ഇത് തെറ്റാണെന്നില്ല. അമിതമായി റീലുകൾ കാണുമ്പോൾ നിങ്ങളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മറ്റ് ജോലികളിൽ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ ശ്രദ്ധിക്കാതെ വരുന്നു. കോൺസെൻട്രേഷൻ കുറയും, ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ വരും. നേരെ മറിച്ച് ഡോപ്പമിൻ പുറന്തള്ളപ്പെടുന്നത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും തീർച്ചയായും അത് നിങ്ങളെ ജോലിയിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അതായത് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആദ്യം കൃത്യമായ ഒരു ബെഡ് ടൈം റൊട്ടീൻ ഉണ്ടാക്കുക. ആദ്യമൊക്കെ പ്രയാസം തോന്നിയേക്കാം, എന്നാൽ അവ പിന്നീട് ക്രമേണ ശരിയാകും. 10 മണിക്ക് ഉറങ്ങാൻ തീരുമാനിച്ചാൽ ഉറക്കം വന്നില്ലെങ്കിലും കിടക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ സമയത്തോട് നിങ്ങളുടെ ശരീരം അഡ്ജസ്റ്റ് ആകും. നേരത്തെ ഉറങ്ങാൻ പ്രധാനപ്പെട്ട മറ്റൊന്ന്, എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും 1 മണിക്കൂർ മുന്നേ മാറ്റിവെക്കുകയാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഫോൺ, മറ്റ് ഗാഡ്ജറ്റുകൾ എന്നിവ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും എഴുന്നേറ്റാൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഒന്ന് സമയബന്ധിതമായി തീർക്കേണ്ടവയും മറ്റൊന്ന് അല്ലാത്തതുമാകാം. എണീക്കാൻ സമയം വൈകിയാലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കാതെ ദിവസവും ഒരേ റുട്ടീൻ പിന്തുടരാൻ ഇത് സഹായിക്കും. പലരും പറയാറുണ്ട്, പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിരുന്നു പക്ഷെ ജയിച്ചില്ല എന്ന്. രാത്രി ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചാലും തുടക്കത്തിലൊന്നും ആർക്കും അത് കൃത്യമായി പാലിക്കാൻ പറ്റണമെന്നില്ല. ഏതായാലും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു ശീലമാക്കി മാറ്റിയാലേ ക്രമേണ നമ്മൾ ആ ശീലത്തെ പ്രാവർത്തികമാക്കൂ. ഇവിടെയാണ് ഫ്രാങ്ക്ലിന്റെ വാക്യത്തിലെ 2ാം വരി പ്രസക്തമാകുന്നത്. ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുന്നത് പോലെ പ്രധാനമാണ് നേരത്തെ ഉണരുന്നതും.
നേരത്തെ ഉണരാൻ എന്താണ് വഴി? ഉണരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം ചെയ്യാനായി കുറിച്ചു വെക്കുക. അല്ലെങ്കിൽ രാവിലെ ചെയ്തു തീർക്കേണ്ട അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്തു വെക്കുക. അതുമല്ലെങ്കിൽ മനസ്സിൽ കൃത്യമായി ഷാർപ്പായ ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക. എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഉറക്കം ഉണരുമ്പോൾ അഫർമേഷൻ ഉണ്ടാക്കുക. ചെറിയ എക്സസൈസുകൾ ചെയ്യുക. റൂമിൽ നിന്നല്ല, കഴിവതും തുറസായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതാകും ഉചിതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നതാണ്. അതില്ലാത്ത പക്ഷം ഒരുവൻ അവൻ്റെ സമയം ആണ് പാഴാക്കുന്നത്. നിങ്ങളുടെ ഗോൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോഴേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റേതെങ്കിലും അനാവശ്യ സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചേക്കാം. ഗോളുകളുടെ കാര്യത്തിലും 3 തരം മനുഷ്യരാണുള്ളത്. 1, ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. 2, ഗോളുണ്ട് പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കില്ല. 3, ഗോളില്ല, പ്രവർത്തനവുമില്ല. ഇത്തരക്കാർ ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്ത് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒന്നിൽ താല്പര്യം തോന്നിയാൽ അതാണ് തൻ്റെ ലക്ഷ്യമെന്ന് കരുതും. പിന്നെ അതിന് പിറകെ പോകും. എന്നാൽ ശരിക്കും അത് തൻ്റെ ലക്ഷ്യമാണോ അല്ലയോ എന്നൊന്നും ഇവർക്ക് ധാരണയുണ്ടാകില്ല. ഓരോ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതിലൊന്ന്, ഇത് ശരിക്കും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമാണോ എന്നതാണ്. മറ്റാർക്കു വേണ്ടിയാണോ നിങ്ങൾ ഈ ഗോൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നും ഈ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഭാവിയെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നും സ്വയം ചോദിക്കുക. ഇവയ്ക്കെല്ലാം കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. ഒരു ഗോൾ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം. എസ് എന്നാൽ സ്പെസിഫിക് എന്നാണ് അർത്ഥമാക്കുന്നത്. എം, മെഷറബിൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവൃത്തിയെയും വളർച്ചയെയും അളക്കാൻ സാധിക്കുക. എ, അച്ചീവബിൾ, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ലക്ഷ്യമായുള്ളത് എന്ന് വിലയിരുത്തുക. ആർ, റിയലിസ്റ്റിക്, പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുന്നവയാണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് വിലയിരുത്തുക. ടി, ടൈം ബൗണ്ട്, ഓരോ ലക്ഷ്യത്തിനും സമയപരിധി നിശ്ചയിച്ച് മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക.